ഹലോ ഓൾ, ഈ വീഡിയോയിൽ ആരി വർക്കിലെ മാറ്റ് ഫില്ലിംഗ് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം കേട്ടോ. എന്നിട്ട് ഞാൻ ഈ റൗണ്ടിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് റൗണ്ടിലോ സ്ക്വയറിലോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതിനായിട്ട് ഞാൻ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ ഡിവൈഡ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ സ്ക്വയർ ആക്കി വരച്ചെടുത്തിട്ടുണ്ട്. ആ സ്ക്വയറിൻ്റെ പിന്നെയും നടുഭാഗത്താണ് വര വരയ്ക്കുന്നത്. ഇതുപോലെ നോക്കി തന്നെ ചെയ്യണേ. ഇങ്ങനെ ബ്രിക്സിൻ്റെ ഷേപ്പിലാണ് വരച്ചെടുക്കേണ്ടത്. ത്രെഡിലാണ് ഞാനത് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ അവിടുന്ന് താഴേക്ക് ഈ ഫസ്റ്റ് ലെയറാണ് ചെയ്യുന്നത്. താഴേക്ക് കൊടുക്കുക. പിന്നെയും ആ വരയിട്ട് അതിൻ്റെ താഴേക്ക് തന്നെ കൊടുക്കുക. ഈ വരച്ചിട്ടുള്ള വരേൻ്റെ മുകളിലേക്ക് ലോങ് ചെയിൻ സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ലോങ് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് താഴെ എത്തിയതിന് ശേഷം അവിടെ നേരെ ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുത്തിട്ട് മുകളിലേക്ക് എടുക്കണം കേട്ടോ. കാണുമ്പോൾ എങ്ങനെ ചെയ്യാമെന്നൊക്കെ തോന്നെങ്കിലും ഇത് ചെയ്തെടുക്കാൻ വളരെ സിമ്പിളാണ്. ചെയിൻ സ്റ്റിച്ച് തന്നെയാണ്. ഇങ്ങനെ കുട്ടി ലോക്ക് സ്റ്റിച്ച് കൊടുത്തിട്ട് പിന്നെയും മുകളിലേക്ക് തന്നെ എടുക്കാം. മുകളിലത്തെ ഇതേ ലൈനിൽ തുടർന്നുകൊണ്ടേ ഇരിക്കാം. വലിയ ചെയിൻ സ്റ്റിച്ച്, ലോങ് ചെയിൻ. അടിയിൽ താഴെ നമ്മൾ പിടിക്കുന്ന നൂല് ലൂസാക്കി പിടിക്കുമ്പോൾ മാത്രമേ നമുക്ക് നല്ലോണം സ്മൂത്തായിട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. ഇതിന് ഇനി മുകളിലെത്തിയാലും അവിടെ നിന്നും ചെറിയ കുട്ടി ലോക്ക് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം പിന്നെയും താഴേക്ക്. ഇത് ഫുള്ള് ഒരേ കളറിൽ കംപ്ലീറ്റ് ചെയ്ത് എടുക്കാം കേട്ടോ. പക്ഷെ ഞാനിത് 2 കളറിലായിട്ടാണ് ചെയ്യുന്നത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോ എൻഡിലെത്തുമ്പോഴും അവിടെ ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം തിരിക്കുക കേട്ടോ. നോക്കാനുള്ള കാര്യം, നമ്മൾ ഓരോ കോളം വരച്ചിട്ടില്ലേ, ആ കോളത്തിൻ്റെ അതേ ലൈനിൽ മാത്രം ചെയിൻ സ്റ്റിച്ച് അതേ അളവിൽ മാത്രം കൊടുക്കുക. അത് മുന്നോട്ടോ പിന്നോട്ടോ ആയി പോകരുത്. ഒരേ അളവിൽ കൊടുക്കുക, എന്നാലേ കാണാനായിട്ട് നീറ്റായിട്ടുണ്ടാവും. ഓരോ സ്റ്റിച്ച് കൊടുക്കുമ്പോഴും തീരെ ഗ്യാപ്പ് ഇല്ലാണ്ട് അടുത്തടുത്തായിട്ട് കൊടുക്കണം. ആദ്യം ലോങ് ചെയിൻ സ്റ്റിച്ച് മുകളിൽ താഴേക്കാണ് ചെയ്യുന്നതെങ്കിൽ താഴെ എത്തിയാൽ അടുത്ത കോർണറിൽ ഒരു കുട്ടി ലോക്ക് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം മുകളിലേക്ക് തിരിച്ചിട്ട് പിന്നെ മുകളിലേക്കാണ് ചെയിൻ സ്റ്റിച്ച് പോവുക. ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പത്തിനായിട്ട് അടുത്ത ലൈൻ ഒഴിവാക്കി തൊട്ടടുത്ത ലൈനാണ് ചെയ്യുന്നത്. അതിൻ്റെ അപ്പുറത്തെ ലൈനാണ് ചെയ്യുന്നത്. അത് നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്തെടുക്കുക. ഓരോ സ്ക്വയറിലും കറക്റ്റ് അളവിൽ ലോങ് ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് ലോക്ക് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം തിരിക്കുക കേട്ടോ. അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് നീറ്റായിട്ട് കിട്ടും. ഇനി എൻ്റെ നടുവിലത്തെ കോളത്തിൽ വേറെ കളറിലാണ് ഞാൻ വരച്ചിട്ടുള്ള വരേൻ്റെ അതേ ലെങ്ത്തിൽ വേണം കേട്ടോ ചെയ്യാനായിട്ട്. അപ്പോൾ 2 ലൈനിൽ ഞാൻ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് ഔട്ടർ ലൈൻ കൊടുക്കാൻ വേണ്ടി സെറി ത്രെഡ് എടുത്തിട്ട് ഔട്ടർ ലൈൻ കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി വൃത്തിക്ക് വേണ്ടിയിട്ട്